ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൻവിസ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും നല്ലൊരു കൂടുണ്ടാക്കി തന്നിട്ട് ഒരു വീഡിയോ പോലും നീ എടുത്തില്ലല്ലോ എന്നാണ് ഈ കൂടുണ്ടാക്കി തന്ന ചേട്ടന്മാരെ പരാതി കേട്ടോ. എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഇത്രയും നല്ലൊരു കൂടുണ്ടാക്കി തന്നെ നീ ഒരു വീഡിയോ ചെയ്തോന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവരെ പിണക്കണം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടോ കിളിക്കൂട് മാത്രമായിട്ട്. അപ്പോൾ ലൂസിയുടെ കൂട് സെറ്റായില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാനത് ഏട്ടന്മാരെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കിളിക്കുട്ടികൾ കേട്ടോ, 14 കിളിക്കുട്ടികളുണ്ട്. ഇതാണ് നമ്മുടെ ലൂസിയമ്മയുടെ കൂട്. ഞങ്ങൾ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് കേട്ടോ. ഇവിടെ പലകയൊന്നും ഇട്ടില്ലായിരുന്നു, അപ്പോൾ പലകയൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂസിയമ്മയുടെ കൂടെ. ഞാൻ ഫുള്ളായിട്ട് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കിളിക്കൂട്ടിലേക്ക് പോകാം. ഇതാണ് കേട്ടോ കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചെറിയൊരു സ്പോട്ട്, അതായത് വെള്ളവും തീറ്റയൊക്കെ വെച്ചെടുക്കുന്നത്. ഇത് മെയിൻ ഏരിയ. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ 2 എന്താ പറയുക കുറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ക്ലീൻ ചെയ്യാം. പക്ഷേ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, കിളികളൊക്കെ പറന്ന് പോകട്ടെ. അപ്പോൾ ഞാൻ ഈ വെള്ളം വെച്ചെടുക്കുന്ന സൈഡിൽ കൂടെ തന്നെയാണ് ചൂല് വെച്ചിട്ട് കഴുകല്. അപ്പോൾ ലൂസിക്ക് തലയിലേക്കൊന്നും വീഴട്ടത്, അതാണ് ഞാൻ കാണിച്ചിരുന്നത്. ഫുള്ള് സേഫാണ്. ഇതാണ് നമ്മുടെ ലൂസിയമ്മയുടെ നേരെ ഓപ്പോസിറ്റാണ് ഡോറ് വരുന്നത്. കണ്ടില്ല, അവൾക്ക് നല്ലൊരു ഫുട്ബോൾ കളിക്കാൻ മാത്രം സ്ഥലമുണ്ട് ഗൈസ്, അത്രയ്ക്ക് സ്ഥലമുണ്ട് കേട്ടോ. ഇനി അവൾക്ക് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിക്കാം, അത്രയും സ്ഥലമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, പുള്ളിക്കാരത്തെ കൂട്ടിൽ നിൽക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതാ കണ്ടില്ലേ, കയറി ഒളിച്ച് നിൽക്കുകയാണ്. പിന്നെ വേറെ നിവർത്തിയില്ല. പിന്നെ അവൾ ഫുൾ ടൈം ഇതിനകത്ത് ഇടലില്ല കേട്ടോ. അതായത് രാവിലെ ഒരു 10 മണിയാകുമ്പോഴും അത് കഴിഞ്ഞിട്ട് പിള്ളേർ വന്നാൽ തുറന്നിടും. പിന്നെ അതാ ഈ സാനക്കുട്ടിയും പാറക്കുട്ടിയും ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ലൂസിയുടെയും അതുപോലെ തന്നെ കിളിക്കുഞ്ഞുങ്ങളുടെ തീറ്റ വെക്കുന്ന സ്ഥലം കേട്ടോ. പിന്നെ അത് കൂട് നമ്മുടെ ഒരു ജാമ്പക്കമരും ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ അരിനെല്ലിക്കൻ്റെ നടുവിലായിട്ടാണ്. അപ്പോൾ കിളികൾക്കൊരു പച്ചപ്പ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോഴാണ് സാനക്കുട്ടി പായസമോ എന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഇന്നൊരു പായസം ഉണ്ടാക്കിയിട്ട്, പായസം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴേക്കും വലിയ സംഭവമാണ്. അല്ല ഗൈസ്, ഇത് അടപ്രഥമൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ എൻ്റെ മക്കൾക്ക്, അതായത് മക്കൾക്കും ഹസ്ബൻഡിനും ഇങ്ങനെ ജ്യൂസ് പോലത്തെ ഇതാണ് പായസമായിട്ടും ഇഷ്ടം. അപ്പം കുറച്ച് വെള്ളം കൂടുതൽ വേണം, അതായത് പാല് കുറച്ച് കൂടുതൽ വേണം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സാനക്കുട്ടിയുടെ ബുക്സൊക്കെ ചെക്ക് ചെയ്യാണ്, എന്തൊക്കെ ഇന്ന് എടുത്തു, അതുപോലെ ഹോംവർക്ക്, ഇനി ഇന്ന് എന്തൊക്കെ പഠിപ്പിക്കാനുണ്ട് അതൊക്കെ നോക്കിയാണ്. വിട്ടുപോയി. ഈ ഊഞ്ഞാലി നമുക്ക് ആ ചേട്ടന്മാരുണ്ടാക്കി തന്നെ കേട്ടോ, അടിപൊളിയാണ്. എന്താ പറയുക, പിന്നെ ഈ കിളിക്കൂടായാലും ഊഞ്ഞാലൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ സാധാരണക്കാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ചേട്ടന്മാർ കുറഞ്ഞ പൈസയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇരുന്ന് ആടി കാണിച്ചു തരാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിലും ഇതിനകത്തൊരു 100, അതായത് 100 കിലോ വരെ പോകുന്നതാണ് ഏട്ടന്മാർ പറഞ്ഞത് കേട്ടോ. തലയൊന്നും തട്ടത്തില്ല, എൻ്റെത് ഞാൻ വലിയ ഹൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം എന്നോട് പറയാൻ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ തരാം കേട്ടോ. പിന്നെ ഈ ഊഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഉള്ളിലിടാൻ ഉദ്ദേശിക്കുന്നില്ല, പുറത്ത് വെക്കാൻ, മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മേലെയോ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാറ്റ് വാങ്ങിയിടണം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രാച്ച് വരും. പിന്നെ അതാ സാനക്കുട്ടിയും പാറക്കുട്ടിയും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. അതായത് നമ്മൾ തീറ്റ, അതായത് ഫുഡ് വെക്കുന്ന സ്ഥലമാണെങ്കിലും ഇവർ അവിടെ ഇരിക്കുക. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ലൂസിയുടെ കൂട്ടിൻ്റെ ഉള്ളിലായിരിക്കും ഇവർ രണ്ടുപേരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. താങ്ക് യു.